ആദ്യ 3 ദിവസം പിന്നിട്ടപ്പോൾ അതിവേഗത്തിൽ 100 കോടി കളക്ഷനുമായിട്ട് ഡയറക്ടൻ ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടു. അതപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ കേരള വേൾഡ് വൈഡ് 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യ 2 ഭാഗങ്ങൾ അണിയിച്ചൊരുക്കിയ ജിത്തു ജോസഫ് ഡയറക്ടറിനെ നായകനാക്കി അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കുകയും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ്. ഇപ്പോഴത്തെ ചിത്രം ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 117 കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രത്തിന് ഏകദേശം 47 കോടി 17 ലക്ഷം രൂപയോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം 70 കോടി രൂപയോളം സ്വന്തമാക്കി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 29 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 117 കോടി 17 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഞായറാഴ്ച ദിവസങ്ങൾ ഇന്നത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ ഏകദേശം 30 കോടിക്ക് മുകളിൽ ചിത്രം ഇന്നും കളക്ഷൻ സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഒരുപക്ഷെ 30 മുതൽ 40 കോടി വരെ സ്വന്തമാക്കാൻ സാധിച്ച അതിവേഗത്തിൽ 150 കോടി നേടുന്ന ചിത്രമായിട്ട് ദൃശ്യം 3 മാറുമ്പോൾ മലയാള സിനിമയുടെ എക്കാലത്തെ വലിയ വിജയങ്ങളൊന്നായിട്ട് ദൃശ്യം 3 മാറുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. എമ്പുരാന്റെ റെക്കോർഡുകളും പഴങ്കഥയാക്കി അതോടൊപ്പം തന്നെ തുടരും, വാഴാറ്റ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ കളക്ഷൻ ബ്രേക്ക് ചെയ്ത് മുന്നേറുന്ന ചിത്രത്തിന് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട്. ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമ OTT റിലീസ് ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ദൃശ്യം 3യിലൂടെ ഡയറക്ടറിന് വീണ്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.